സോ ഹലോ ഗൈസ്, എന്നൊരു നൈറ്റ് വ്ളോഗാണ്. ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഓറിയോയും ബൂസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രോഷ്യേൻ്റെ. ഇത്ര യാൻസ് മതിയാവുമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി ആക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ച പോലെയല്ല, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വൃത്തിക്ക് വേണമെന്നുണ്ടായതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് വലിയ പ്രൊജക്റ്റാണത്. അപ്പം ഇൻഷാ അല്ലാ അത് സെറ്റായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കോൾഡ് കോഫി കുടിക്കാൻ വിചാരിച്ചു. കോൾഡ് കോഫി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം എനിക്ക് ചൂടുള്ളതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്, കാരണം ഇപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ചൂടുള്ള തന്നെ കുടിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പം ഞാൻ തണുപ്പിന് കുറച്ച് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം ഇവിടെ അടുത്തൊരു പള്ളി പെരുന്നാളുണ്ട് കേട്ട്, അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ആൻഡ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ സെറ്റപ്പൊന്നും അല്ല, അവിടെ ഒരു ചെറിയ സെറ്റപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അധികം ആൾക്കാരും തിരക്കൊന്നുമില്ല. പിന്നെ എങ്ങോട്ട് പോയാലും ഒരു ഐസ്ക്രീം ഫറലാണ്. അപ്പോൾ നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ കോൺടോപ്പ് അങ്ങനെ എന്നിട്ട് വാങ്ങി കഴിച്ച് അതൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഇവിടെ രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരേ വൈബാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ നിലം വരെ കുഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം സീരിയസ്ലി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരുപാടെണ്ണമൊന്നും ഞാൻ എടുത്തില്ല, കുറച്ചെണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന മാക്സിമം എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ ഗൈസ്. ഞങ്ങൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പം നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനും ഇമ്മച്ചിപ്പാടാണ് പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ഫ്രണ്ട് തന്നെ ഒന്ന് കാണുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണിയായിട്ടുണ്ട് വീട്ടിലെത്താൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.